ശ്രദ്ധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വലിയൊരു പ്രശ്നം. അത് മോക്കൂരിലേക്ക് വരെ ഫേസിലേക്കൊക്കെ വരും. ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് എത്രയും വേഗം അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹായ്, ഞാൻ മിനി ജോസ്, മിയ ബ്യൂട്ടി വേൾഡ് ലേഡീസ് സലൂൺ ചാലക്കുടി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡാൻഡ്രഫാണ്, താരൻ. ഇത് എത്രമാത്രം ഹെയറിനെ ഹാർംഫുൾ ആക്കുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പാർലറിൽ കണ്ടുവരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ചേച്ചി ഇത് ഞാൻ എന്താ ചെയ്യണ്ടേ, നിറച്ചുണ്ട്, ഇത് ഹെയർ മൊത്തം ഇങ്ങനെ കൊഴിഞ്ഞു പോവാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം ഞാൻ ആദ്യം കുറേ റെമഡീസൊക്കെ പറഞ്ഞു കൊടുക്കും. നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക, നമ്മുടെ സ്പാ ചെയ്യുക, വീട്ടിൽ പോയിട്ടുള്ള കെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടും അവർ പിന്നെയും നമ്മുടെ അടുത്തേക്ക് അപ്പോൾ ഒന്നും ചിലപ്പോൾ പറയും ഞങ്ങൾ സ്പാ ചെയ്യുന്നില്ല, ഞങ്ങൾ വീട്ടിൽ പോയി നോക്കട്ടെ എന്ന് പറയും. പക്ഷെ അവരും പല കുട്ടികളും ഇതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും ഹെയർ ഫോൾ കൂടിയിട്ട് ഒരുപാട് പ്രശ്നം, മുഖത്ത് കുരുവൊക്കെ ആയിട്ട് വീണ്ടും വരും. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ടീനേജിലുള്ള യങ് ഏജിലുള്ള കുട്ടികളുടെ ഹെയർ എന്ന് പറയുന്നത് ഹോസ്റ്റലിലും അതുപോലെ ജോലി സ്ഥലത്തൊക്കെ ടെൻഷനൊക്കെ അടിച്ച് അവർ ഹെയർ ചെക്ക് ശ്രദ്ധിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വലിയൊരു പ്രശ്നം. അത് മോക്കൂരിലേക്ക് വരെ ഫേസിലേക്കൊക്കെ വരും. വളരെ പ്രോബ്ലംസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം, അതെങ്ങനെയൊക്കെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഡാൻഡ്രഫ് നമുക്ക് വരുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന കുരു, അത് ഇപ്പോൾ ടീനേജ് ആണെങ്കിലും ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവരുടെ സ്കിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ കോമ്പ് നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ ടവൽസ് നമുക്ക് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുക. പില്ലോ കവർ ഇടയ്ക്കൊക്കെ വാഷ് ചെയ്യുക, ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. നനഞ്ഞ തലമുടി കെട്ടി വെക്കാതെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉണങ്ങാതെ ഹെയർ എല്ലാവരും ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ അത് വീണ്ടും കുറേ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ കുട്ടികൾ പഠിക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈവനിങ്ങിലൊക്കെ പഠിച്ചു നൈറ്റിലൊക്കെ ഒത്തിരി ലേറ്റ് സ്ലീപ്പൊക്കെ ആകുമ്പോൾ അപ്പോഴായിരിക്കും കുളിക്കാൻ കയറുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഹെയറിന് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെമഡീസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒനിയൻ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഒനിയൻ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് വെളിച്ചെണ്ണ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റ് നേരം വീട്ടിലെ അമ്മയോ അനിയത്തിയോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുക്കുക, ഒന്ന് ചെയ്ത് തരാൻ പറയാം. മസാജ് ചെയ്ത് വെറുതെ ഒന്ന് മസാജ് ചെയ്ത് ചുമ്മാ, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ തലയിൽ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ഒന്ന് തലോടി കഴിഞ്ഞാൽ തന്നെ ഈ പ്രോബ്ലംസ് പകുതി മുക്കാലും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് 1 അവറോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അത് വാഷ് ഔട്ട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്നുള്ളത്, ഒനിയൻ യൂസ് ചെയ്യുമ്പോൾ സ്മെല്ലുണ്ടാവും, അത് എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അതിന് മൈൽഡായിട്ടുള്ള ഷാമ്പു, നമുക്ക് ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പു ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഉലുവ നൈറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അത് പിറ്റേന്ന് അരച്ചെടുത്ത് അത് തലയോട്ടിൽ നല്ലപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് തേച്ച് പിടിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. ഇതും താരന് നല്ലൊരു റെമഡിയാണ്. പിന്നെ ഉള്ളത് തൈരും നാരങ്ങയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട്, ചെറുനാരങ്ങ കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ടവല്, കോമ്പ് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുക. ആരുമായിട്ട് ഷെയർ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള ഓയിലിൻ്റെ അംശം കുറയുമ്പോഴാണ് ഡാൻഡ്രഫ് കൂടുതൽ നമ്മുടെ സ്കാൽപ്പിൽ കാണുക. ഡ്രൈ ആയിട്ടുള്ളൊരവസ്ഥ. അങ്ങനെ ഡ്രൈ ആയിട്ട് ഇടാനായിട്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ഓയിൽ അപ്ലിക്കേഷൻ കൊടുക്കുക, ഹോട്ട് ഓയിൽ കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് തന്നെ കുറയും. പിന്നത്തെ നെക്സ്റ്റ് ഘടകമാണ്, നമ്മുടെ പാർലറിൽ വരുന്ന ഒരു കസ്റ്റമറിന് ഒരു പാർലർ സർവീസ് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നത് സ്പായാണ്. നമ്മൾ കസ്റ്റമേഴ്സിനെ വന്നു, നമുക്കൊരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഒരു ചെക്കിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിവൈസിൻ്റെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്കാൽപ്പിൽ വെച്ചിട്ട് നോക്കും. അപ്പോൾ എത്ര സിവിയാരിറ്റി ഉണ്ട് ആ ഒരു ഡാൻഡ്രഫിന് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാവും ചെക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയും, ഓക്കെ ഇത് ഇത്ര മാത്രം സിവിയർ ആണ്, നിങ്ങൾക്ക് ചിലത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല. അപ്പം നമ്മൾ സ്കിൻ ഡോക്ടറിനെ, ഡെർമറ്റോളജിസ്റ്റിനെ സജസ്റ്റ് ചെയ്യും. അല്ലാത്തതാണെങ്കിൽ സ്പാ ചെയ്ത് ചിലപ്പോൾ 1-2 സിറ്റിങ്ങിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റമേഴ്സിനെ ഇരുത്തിയിട്ട് സ്കാൽപ്പിൽ ഫുള്ള് നമ്മൾ ആ ഡാൻഡ്രഫിനെ, ചിതമ്പൽ പോലുള്ള ആ ഡാൻഡ്രഫിനെ നമ്മൾ കോമ്പ് ഉപയോഗിച്ചിട്ട് എന്താ പറയുക, ഇങ്ങനെ ഇളക്കിയെടുക്കും. ഇളക്കിയതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് പിന്നെ അതിൽ സ്ക്രബ് ചെയ്യും. ക്രീം ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്ത് പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്രീം അപ്ലിക്കേഷൻ ചെയ്ത് 15 മിനിറ്റ് കണ്ടിന്യൂസ് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മസാജിങ് കൊടുക്കുകയാണ്. ഈ ഒരു മസാജിങ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ആ ക്യൂട്ടികളിൽ നിന്നെല്ലാം അതായത് മോയ്സ്ചറൈസിങ് ആയിട്ട് നന്നായിട്ട് നമ്മളെ ഹെയർ നല്ലപോലെ ആ ഡാൻഡ്രഫൊക്കെ പോയി നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആവും.
മാത്രമല്ല സ്കാൽപ്പിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനും നല്ലൊരു റിലാക്സേഷനാണ്. സ്ട്രെസ് അടിച്ചിട്ടൊക്കെ വന്നിരിക്കുന്ന സമയമായിരിക്കും പക്ഷേ ഒരുപാട് പ്രോബ്ലംസും ഇതൊക്കെ ആയിട്ട് ആ ഒരു 15 മിനിറ്റ് നമ്മുടെ സ്റ്റാഫ് കൊടുക്കുന്ന ഒരു മസാജ് എന്ന് പറയുന്നത് അത് വീട്ടിലിരുന്നാൽ നമുക്ക് കിട്ടുന്ന ഒരാൾ ചെയ്തു തരുന്ന അതിൽ നിന്നും പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തി ചെയ്തു തരുമ്പോഴുള്ള വ്യത്യാസം അപ്പം നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്ത് പിന്നെ വാഷ് ഔട്ട് സ്റ്റീം കൊടുക്കും. സ്റ്റീം കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് പിന്നെ നമ്മൾ വാഷ് ചെയ്യും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന പാർലറിലെ ഒരു സർവീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റമറിന് ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഷാമ്പും കണ്ടീഷണറും സിറം നമ്മൾ കൊടുത്തുവിടും. അങ്ങനെ കൊടുത്തുവിടുമ്പോൾ അവർ വീട്ടിൽ 2 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഈ ഷാമ്പു കണ്ടീഷണർ സിറം യൂസ് ചെയ്യുക. ആഫ്റ്റർ കെയർ എന്ന രീതിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക. എപ്പോഴും ബോഡി നല്ല എന്താ പറയുക ഹൈഡ്രേറ്റ് ആയിട്ട് മീൻസ് എന്താ പറയുക വെള്ളമില്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. എരിവ് പുളി അതുപോലെ എന്താ പറയുക ഹാർഡായിട്ടുള്ള മീൻസ് ഡൈജസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നല്ലപോലെ ജ്യൂസും ഫ്രഷ് ജ്യൂസൊക്കെ കഴിക്കുക. മധുരം കുറയ്ക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഒരു പരിധിയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ സഹായിക്കും. ഹെയറിനെ ബാധിക്കുന്ന ഈ പ്രശ്നം ചില സമയത്ത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കേസല്ല. അപ്പോൾ നമ്മൾ കസ്റ്റമറിനോട് ഓൾറെഡി പറയും ഇത് നിങ്ങൾക്ക് ഒത്തിരി കൂടുതലുണ്ട്, എന്താ പറയുക സോറിയാസിസ് ആ രീതിയിലേക്കൊക്കെ പോകുമോ അത് നമ്മളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് എത്രയും വേഗം അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നമ്മുടെ സ്കാൽപ്പിലുള്ള ഈ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം തീർന്നാൽ തന്നെ ഫേസ് ക്ലിയർ ആവും. ഓൾമോസ്റ്റ് ഓയിലി സ്കിന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നെറ്റിയിലും ചീക്സിൻ്റെ ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. ചെറിയ ചെറിയ കുരുക്കൾ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം മാറാനായിട്ട് നിങ്ങൾ ഡാൻഡ്രഫ് ചെയ്യുക, ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. വീക്കിലി അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഫ്രീ ആയി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാം. പിന്നെ പാർലറിലാണെങ്കിൽ അതല്ല വീട്ടിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒനീനോ ബാക്കിയുള്ള റെമഡീസോ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. പാർലറിൽ നമ്മൾ വന്നിട്ട് നമ്മൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലേഷൻ കൂട്ടുവാനും ഹെയറിനെ സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കുവാൻ സാധിക്കും. അത് പക്ഷേ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പോൾ നമ്മൾ പാർലറിൽ തന്നെ വന്ന് നമുക്കത് ചെയ്യണം. എല്ലാവരും ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക. നനഞ്ഞ തലമുടി കെട്ടി വയ്ക്കാതിരിക്കുക. അതുപോലെ പിന്നിടുമ്പോൾ ടൈറ്റായിട്ട് ഒത്തിരി പിന്നിടാതിരിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി എല്ലാ ഹോം റെമഡീസൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഡാൻഡ്രഫ് ഇല്ലാത്തവർക്കും ഈ അനിയൻ കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് നീരെടുത്ത് വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയറിന് നല്ല ഗ്രോത്ത് വരും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്യുക. ചില കസ്റ്റമേഴ്സ് കംപ്ലയിൻറ്റ്സ് പറയും, അയ്യോ ഞാനൊരു സിറ്റിങ്ങിൽ വന്നിട്ട് എൻ്റെ ഡാൻഡ്രഫ് പോയില്ല, ഞാൻ ഇത്രയും പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് അടച്ചു പോയി, അപ്പോൾ പക്ഷേ ഇത്രയും നമുക്കൊരു ഗുണം കിട്ടില്ല എന്ന് പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു സിറ്റിങ്ങിൽ ചിലപ്പോൾ പോയിന്ന് വരില്ല. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യുന്ന കെയറും അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാകും. അതായത് കോമ്പ് ഷെയർ ചെയ്യുക, ടവലും മറ്റുള്ളവർ യൂസ് ചെയ്തതൊക്കെ യൂസ് ചെയ്യുക, എന്തെങ്കിലും പക്ഷേ നനഞ്ഞ തലമുടി കെട്ടി വയ്ക്കുക. അപ്പോൾ അതൊന്നും ചെയ്യാതെ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്, ശ്രദ്ധിക്കുന്ന കസ്റ്റമറാണെങ്കിൽ, ധാരാളം വെള്ളം കുടിച്ച് ഫുഡിലെല്ലാം കൺട്രോളൊക്കെ വരുത്തി നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഡാൻഡ്രഫിൽ വലിയൊരു വ്യത്യാസം കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടുക.